ഹൈബേട്ടാ, കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്റ്റോറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായുള്ള ഒരു വിഷയം. ആ വിഷയം ഇത്രയേറെ പ്രശ്നത്തിലേക്ക് വിവാദമാകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? അവിടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടില്ലേ? അതായത് പ്രീത, ഇതിനകത്ത് CPM ആണ് ഭരിക്കുന്നത്. കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. കൃഷ്ണകുമാർ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന BJPയുടെ മുഖവും കൂടെയാണ്. കേന്ദ്രവും സംസ്ഥാനവും പൊളിറ്റിക്സ് കളിക്കുന്ന പോലെ ഇവിടുത്തെ പോലീസ് കളിക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു മഹാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കളിക്കുന്ന, അതായത് ഇങ്ങനെ ഒരു സാധനം വീണ് കിട്ടിയാൽ പക തീർക്കുക എന്നുള്ളതാണ് CPMന്റെ ഒരു പോളിസി. തങ്ങളെ രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കലി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരാണ് എതിർപക്ഷത്തുള്ളത് അവനെ ഒന്ന് വട്ടം ചുറ്റണം. 2 ദിവസമെങ്കിൽ 2 ദിവസം വെള്ളം കുടിപ്പിക്കണം. ഇല്ലെങ്കിൽ പിന്നെ CPM അല്ല. അതിപ്പോൾ ഞാനിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ് എങ്കിൽ പോലും ഞാൻ അവർക്ക് അനഭിമതനാണോ ഞാൻ കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ടാവും. ഇപ്പോൾ ഈ സംസാരിക്കുന്നത് പോലും കൗണ്ട് ചെയ്യപ്പെടും. ഞാൻ അവർക്ക് അനഭിമതനാണ് എന്നുള്ളത് കൗണ്ട് ചെയ്യപ്പെട്ടാൽ എനിക്കൊരു സാധനം വന്നാൽ അത് ചെയ്യാതിരിക്കുന്ന പോലീസുകാരനെ അറിയില്ലെങ്കിൽ അവൻ്റെ ചെവിയിൽ ഒതുക്കിടുകയോ ഇന്നതുപോലെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഇരുന്ന് നമ്മളെയൊക്കെ വിമർശിക്കുന്നവനാണ്, ഇവനിട്ടൊരു പണി കൊടുക്കണം എന്ന് പറയാൻ ആളുണ്ട്. അതാണ് CPM. കഴിഞ്ഞ 9 വർഷമായി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഭരണതലത്തിൽ ഈ കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഒരു മാറ്റം, ഭരണതലത്തിലൊരു മാറ്റം ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായില്ലെങ്കിൽ പുഴുക്കുത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് IPS തലത്തിലെ പുഴുക്കുത്ത്, IAS തലത്തിലെ പുഴുക്കുത്ത്, ഉദ്യോഗസ്ഥ തലത്തിലെ പുഴുക്കുത്ത്. ഒരേ മുഖ്യമന്ത്രി, ഒരേ ഭരണം, ഒരേ സർക്കാർ, ഒരേ പാർട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്. ഇതിപ്പോ തെളിവുകളെല്ലാം സഹിതം അവർ പുറത്തു വിട്ടിട്ട് പോലും അതെ, കൃഷ്ണകുമാർ പറയുന്ന ഒറ്റ കാര്യം, അവരുടെ ആ പെൺകുട്ടിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ അക്കൗണ്ട് പരിശോധിക്കൂ സാർ, ആ സ്റ്റേറ്റ്മെന്റ് എടുക്കൂ സാർ, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും പൈസ വെട്ടിച്ചിട്ടുണ്ടോ ഇല്ലേ. അതെവിടെ? പോലീസിന്റെ കയ്യിൽ. ഇപ്പോ ഞാൻ ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ അനഭിമതരെന്ന് പറഞ്ഞു, എൻ്റെയോ നിങ്ങളുടെയോ ഒരു കേസ്, നമ്മൾ അവർക്ക് അനഭിമതരാണ്. ഈ കേസ് ചെല്ലുമ്പോൾ റൈറ്റർമാരുണ്ട്. നിങ്ങൾക്കും എനിക്കും അറിയാം, നമ്മൾ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനുണ്ടായ ഒരു കേസ് എനിക്കും അറിയാം, പ്രീതയ്ക്കും അറിയാം. ആ കേസിൽ എന്താണ് ക്ലോസ് ഉണ്ടായിരുന്നത്? ആ കേസിൽ എഴുതാനിരിക്കുന്ന റൈറ്റർ പൂട്ടുക, 2 ദിവസമെങ്കിൽ 2 ദിവസം ഇയാൾ ജയിലിൽ കിടക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ക്ലോസ്, ജാമ്യത്തിന് വക്കീൽ വരുന്നോ ആ വക്കീലിന് ജാമ്യം എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലോസ് എഴുതാൻ എക്സ്പെർട്ടായ പോലീസ് ഓഫീസർമാരുണ്ട്. നല്ലത് ചെയ്യുന്ന പോലീസ് ഓഫീസർമാരുണ്ട്. അത് അവർക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? നല്ലത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിൽ സത്യമുണ്ട് ആയിരിക്കാം, എന്നാലും ആ സത്യം പുറത്തു കൊണ്ടുവരണം, അതിന് ക്ലെയിം ഉണ്ട്, അർഹതയുണ്ട് എന്ന് എഴുതുന്ന പോലീസുകാരുണ്ട്. ഇല്ല, എവനെ പൂട്ടിച്ചേ അടങ്ങൂ. ആ നെഗറ്റീവിസമാണ് കൂടുതൽ. അത്തരത്തിൽ നെഗറ്റീവിസമാണ് ഈ പറയുന്ന കൃഷ്ണകുമാറിന്റെ മകളുടെ കേസിൽ ഉണ്ടായിരിക്കുന്നത്. കാര്യം BJP പൊളിറ്റിക്സ് ആണ്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ മകളുടെ ഓഫീസിലെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളെയൊക്കെ തന്നെ അവരുടെ ഒരു കുടുംബത്തെ അംഗത്തെ പോലെയാണ് ഈ പെൺകുട്ടി കാണുന്നത്. ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു, ഈ ഇളയ മകള്. അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിലെ നായർ കുടുംബത്തിലാണ്. കൃഷ്ണകുമാറിനെ എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിന്റെ തുടക്കത്തിലേക്ക് ഞാൻ അഭിമുഖമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഭാര്യ നടിയായിരുന്നു. കൃഷ്ണകുമാർ ഒരു തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു നായർ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഈഴവ ഫാമിലി, മക്കൾ വിവാഹം കഴിച്ചേക്കുന്ന അന്യജാതി മാസം, ഈ ഇളയ മകൾ ഒരു ബ്രാഹ്മണ യുവാവിനാണ് വിവാഹം കഴിച്ചത്. ഇതെല്ലാം അവർ പറഞ്ഞതാണ്. അപ്പൊ കൃഷ്ണകുമാറിന് പറ്റിയിട്ടുള്ളത്, കൃഷ്ണകുമാർ 2 തവണയോ മറ്റോ BJP സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിച്ച BJPക്കാരൻ എന്ന രീതിയിൽ തിരുവനന്തപുരത്തെ പോലീസ് ഈ കേസ്, പ്രത്യേകിച്ച് മ്യൂസിയം പോലീസാണ് ഈ കേസ് പുറത്തു വിടുന്നത്, മാധ്യമങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞോ മാധ്യമങ്ങളെ, കൃഷ്ണകുമാറിന്റെ മകളുടെ ഓഫീസിൽ പണം തട്ടിപ്പ് കേസുമായുള്ള വിഷയം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസ് ചെല്ലുമ്പോൾ ഈ ജോലിക്കെടുത്തിരിക്കുന്ന കുട്ടികൾ മത്സ്യത്തൊഴിലാളികളായ കുട്ടികളാണ്. ഈ മത്സ്യത്തൊഴിലാളികളായ കുട്ടികളെ ജാതി അധിക്ഷേപം ചെയ്തു, അവരെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു, അവരുടെ വസ്ത്രത്തിൽ കയറി പിടിച്ചു, കൃഷ്ണകുമാർ ആഭാസനാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ബോധപൂർവം വക്കീലിനെ ഇടപെട്ടാണ് ഈ കേസ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ സാധാരണക്കാരനെ ഒരു കേസ് ബലക്കാൻ എന്തൊക്കെ വേണം, അത് കൃഷ്ണകുമാർ BJPക്കാരനാണ്, കുറച്ച് കാശ് പിടിങ്ങിട്ട് വിട്ടാൽ മതി എന്ന് വിചാരിച്ചാൽ. നമ്മൾ ഏതോ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പോലീസ് വട്ടം ചുറ്റിയാൽ തീരാനുള്ളടാ നിന്റെ ജീവിതം എന്ന് ഏതോ ഒരു നടൻ അടിക്കുന്ന ഒരു കമന്റ്, ഒരു സംഭാഷണമാണ്. ഒരു പോലീസ് നിന്നെ ഒന്ന് വട്ടം ചുറ്റിയാൽ തീരാനേ ഉള്ളൂ നിന്റെ ജാട എന്ന് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രിട്ടീഷ് പോലീസാണ്, നമ്മുടെ ബ്രിട്ടീഷ് പോലീസിന്റെ ബാക്കി പത്രമാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിൽ
കൃഷ്ണകുമാറിനെയും കൃഷ്ണകുമാറിന്റെ മകളെയും ഒരുക്കാനായി അവരുടെ കല്യാണത്തിന് വരെ, ഈ പറയുന്ന സ്റ്റാഫുകളുടെ കല്യാണത്തിന് വരെ കൃഷ്ണകുമാറിന്റെ മകളും കൃഷ്ണകുമാറും പോയിട്ടുണ്ട്. കൃഷ്ണകുമാർ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം സാർ, ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം സാർ. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരട്ടെ, ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വന്ന് നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇത് BJP കാരനായതുകൊണ്ട് മാത്രം കേരള പോലീസ് കളിക്കുന്ന ഒരു കളിയാണ്. ഒരു BJP കാരൻ പോലീസ് കളിക്കുന്ന കളി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇനിയിപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ കൃഷ്ണകുമാർ തലമുക്കി വരാതിരിക്കാൻ, അത് കൃഷ്ണകുമാറിന്റെ ഇമേജ് ഇല്ലാതെയാക്കാനായിട്ട് അവിടെ നിന്ന് CPM കളിക്കുന്ന ഒരു കളിയാണ് എന്ന് കരുതിയാൽ തെറ്റുണ്ടാവും. പ്രീത, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അയാളുടെ ഇമേജ് നശിപ്പിച്ചാൽ അയാൾ പിന്നെ അധികം തലപൊങ്ങില്ലല്ലോ, അയാൾ സ്ഥാനാർത്ഥിയാവില്ലല്ലോ, തീർന്നല്ലോ. മോളുടെ പൈസ വെട്ടിയ കേസിൽ ആ മത്സ്യത്തൊഴിലാളി പെൺകുട്ടികളോട് മോശമായി, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സ്ത്രീ പീഡന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പല പുരുഷന്മാർക്കും മറ്റൊരു പുരുഷൻ പീഡന കഥയാവുമ്പോൾ അവൻ പീഡനം. ഇപ്പൊ ശശി തരൂരിന്റെ ഒരു നല്ല കഥ ആരെങ്കിലും തിരുവനന്തപുരത്ത് പറയുന്നു പ്രീത കരുതുന്നുണ്ടോ? ശശി തരൂരിന്റെ ഒരു സ്ത്രീലമ്പട കഥയാണ് എല്ലാവർക്കും പറയാൻ താല്പര്യം. ലാൽ എന്ന് പറയുന്ന നടനെ പറയുമ്പോൾ, മോഹൻലാൽ എന്ന നടനെ പറയുമ്പോൾ തൊട്ടടുത്ത് പറയുന്ന അയാളുടെ ലമ്പട കഥയാണ്, അല്ലാതെ അയാളുടെ വാസ്തുഹാരയിലെ അഭിനയമല്ല. അതാണ് ഇന്നത്തെ ആരവം, ഇന്നത്തെ പുരുഷാരവം, പ്രത്യേകിച്ച് പുരുഷന്മാര്, സ്ത്രീകളല്ല പുരുഷന്മാര്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന പോലെ CPM-നെ സംബന്ധിച്ച് ജാതി അധിക്ഷേപം നടത്തിയെന്നൊക്കെ പറയുന്നതേ ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഇവരെ വെച്ചിട്ട് അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എത്ര പ്രയാസമാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വോട്ട് ചോദിച്ച ആ ഏരിയയിലൊക്കെ സഞ്ചരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. കൃഷ്ണകുമാർ ഒരു ഇമേജ് ഉള്ള നടനൊക്കെ തന്നെയാണ്. അദ്ദേഹം വേറൊന്നിനും പോയിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. കൃഷ്ണകുമാറിനെ നല്ല പ്രായത്തിലാണ് ഞാൻ കാണാൻ പോയിട്ടുള്ളത്. അദ്ദേഹം ഒരു നല്ല നടനായിട്ട് ഒരു സൈഡിൽ കൂടെ ഒതുങ്ങി നാളെ ജീവിച്ചു പോകുന്നിരുന്നുണ്ട്. 4 പെൺമക്കളാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നുണ്ട് 4 പെൺകുട്ടികളെ വളർത്തുന്ന ഒരു അച്ഛനാണ് ഞാൻ എങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. എന്നിട്ട് നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കേസ് പോലീസ് അന്വേഷണത്തിന് വന്നത്. ഇതൊന്നുമല്ല, പോലീസ് തലപ്പത്ത് നിന്ന് വളരെ ക്രിമിനൽ ബുദ്ധിയുള്ള പോലീസ് ഓഫീസർമാർ, അല്ലെങ്കിൽ പാർട്ടിയുടെ പോലീസ് ഓഫീസർമാരെ നമ്മൾ പറയണ്ട, പാർട്ടി കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയോ തിരുവനന്തപുരം ഏരിയ കമ്മിറ്റിയോ വഞ്ചൂർ ഏരിയ കമ്മിറ്റിയോ ഒക്കെ തീരുമാനിച്ചിട്ട് കൃഷ്ണകുമാറിന്റെ ഒരു പണി 3 ദിവസമെങ്കിൽ 3 ദിവസം വെള്ളം കുടിക്കണം, ടെൻഷൻ അടിക്കണം, ഉറങ്ങരുത്. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് അതെ, അതാ പറയുന്നേ. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. അയാൾ പറയുന്ന പോലെ അവർക്ക് ജോലി കൊടുത്തതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ 4 പെൺകുട്ടികൾ ഈ കേസിന് ആസ്പദമായി പെടുമ്പോഴുണ്ടല്ലോ, ഇവർ ഈ വാശിക്ക് വേണ്ടി, ഈ പാർട്ടി പറയുന്ന കളിക്ക് വേണ്ടി കൂടെ നിന്ന് കളിക്കുമ്പോൾ ഇവരുടെ ഭാവിയാണ് ഇല്ലാതാകുന്നത്. ഇവർക്ക് നാളെ വേറൊരു സ്ഥലത്ത് നിന്ന് HR വഴി ഒരു ജോലി കിട്ടുമെന്ന് ഈ പാർട്ടിക്കാർക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഇവർ കാശ് എടുത്തു എന്നുണ്ടെങ്കിൽ ആ കാശ് മാന്യമായിട്ട് അവരത് അത് എടുത്തു എന്ന് സമ്മതിക്കുന്നതിന്റെ വീഡിയോസ് ഉണ്ട്. അതാണ് ചോദിക്കുമ്പോ അവരത് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉൾട്ടയാവുന്നത്. അപ്പോഴാണ് അതെ. അപ്പൊ ഇത് ഉൾട്ടയാവുന്നതിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ്. കേന്ദ്രം കേരളം, പൊളിറ്റിക്സ് BJP CPM. അപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പല കമ്പനികളിൽ HR ഉണ്ട്. ഈ പല കമ്പനികളിലെ HR ഒരാള് ഇന്ന കമ്പനിയിൽ വെട്ടിപ്പ് നടത്തിയവനാണ് എന്നുണ്ടെങ്കിൽ ഈ HR ടു മറ്റേ HR തിരക്കാതെ ഇവർക്ക് ജോലി കൊടുക്കും. ഈ പെൺകുട്ടികളെ ഭാവി തീരും. ഇത് കളിക്കുന്നത് ഈ പാർട്ടിക്കാരാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ചില പുരുഷന്മാര്, സ്ത്രീകൾക്ക് ഇത്രയും ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ പുരുഷന്മാർ തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. പുരുഷന്മാർക്കാണ് ഏറ്റവും ക്രൂക്കഡ് ബുദ്ധി ഇപ്പോൾ കൂടുതലുള്ളത്. ഇത്തരത്തിലുള്ള പുരുഷന്മാരാണല്ലോ പോലീസുകാർ. സാർ ഇങ്ങനെ എഴുതാം സാർ, 10 ദിവസമെങ്കിൽ 10 ദിവസം പോയില്ലേ കുട്ടികളുടെ ജീവിതം. ഈ കുട്ടികൾക്ക് ഇനി വേറെ എവിടെയെങ്കിലും ജോലി കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതിക്ക് അറിയാമല്ലോ, ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പ്രസിദ്ധമായ മനോരമ എന്ന് പറയുന്ന പത്രം, ആ പത്രത്തിൽ ആളെ എടുക്കുന്നതിന് വിവാഹാലോചനയേക്കാൾ അന്വേഷണമാണ് നടക്കുന്നത്. ഒരാളെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ വിവാഹാലോചന പോലും ഇത്രയും നടക്കില്ല. ആ രീതിയിലാണ് HR ഡിപ്പാർട്ട്മെന്റ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ കുട്ടികളുടെ ഭാവി എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഭാവി കുമ്പടേ. ഇത് കൃഷ്ണകുമാർ അത്രേ പറയുന്നുള്ളൂ. എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞാൻ ഈ കുട്ടികളെ നോക്കിയത്. അവരുടെ കല്യാണത്തിന് പോയ ഫോട്ടോസ്, അവരുടെ ഒപ്പം നിന്ന് എടുത്തിരിക്കുന്ന ഫോട്ടോസ്, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് പോയത്. ഇങ്ങനെ കാശ് എടുത്തിട്ടുണ്ടെന്നെങ്കിൽ സമ്മതിച്ചാൽ പോരായിരുന്നോ? സാർ ഒന്നും ചെയ്യേണ്ട സാർ, നിങ്ങൾ അവരുടെ അക്കൗണ്ട് എടുക്കൂ സാർ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കൂ സാർ. അതെടുത്ത് പരിശോധിച്ച് വ്യക്തമാണല്ലോ. അത് ചെയ്യില്ലല്ലോ. ആർക്കും ആരോടും പ്രശ്നം വരേണ്ട കാര്യമൊന്നുമില്ല. അത് ചെയ്യില്ല. അത് ചെയ്താൽ ഈഗോ പോകും. CPM എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ CPM-നെ എതിരെ ഹോയ് വിളിച്ച് എതിരായിട്ട് മത്സരിച്ച കൃഷ്ണകുമാർ പിന്നെ എങ്ങനെ അത് ചെയ്യും? അവിടെയാണ് ഈ നമ്മൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ച ഒരു നീണ്ട കൊല്ലം, ഇത്രയും കൊല്ലം CPM അവിടെ ഭരിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഇപ്പം നേരമില്ല. പോലീസ് വകുപ്പ് ശശിയുടെ കൈ കൊടുത്തിട്ടുണ്ട്. P ശശി എന്ന ബഹുമാനായ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലൊക്കെ അങ്ങ് ചെയ്യും. അദ്ദേഹം പറയും, പോലീസ് ചെയ്യും. ഇതേപോലെ ഉൾട്ടയാവും. ഇത് ജനം മനസ്സിലാക്കാനുള്ള കഴിവ് ജനത്തിനുണ്ടാവില്ല.
നാളെ ഇലക്ഷൻ വരും. ഇപ്പം നിലമ്പൂർ കാണിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയെ നിർത്തും. ആ സ്ഥാനാർത്ഥി എന്ന് കൈപിടിച്ച് കുലുക്കും, മുഖത്ത് തട്ടും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, വോട്ട് കൊടുക്കും. ഈ പറയുന്ന ഗ്ലാമർ സ്ഥാനാർത്ഥി ചിലപ്പോൾ ജയിക്കും, ഇതിലൊന്നും പെടാത്ത ഒരാൾ ചിലപ്പോൾ ജയിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ കേസിൽ കൃഷ്ണകുമാറിന്റെ മകളുടെ ഈ വിഷയത്തിൽ ശക്തമായ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. BJP CPM രാഷ്ട്രീയമാണ് ഇതിനകത്ത് കളിക്കുന്നത്.